ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിശഹരി റബീഇൻ ഖദ് ബദാ നൂറുൽ അലാ ഫയാ ഹബ്ബദാ ബദ്റും ബിദാകൽ ഹിമായുജിലാ ബിശഹരി റബീഇൻ റബീഉ മാസത്തിൽ അഥവാ റബീഉൽ അവ്വലിൽ ഖദ് ബദാ നൂറുഹു മുത്തൻവിയുടെ നൂറ് പ്രത്യക്ഷത്തിൽ വെളിവായി. നൂറ് മുമ്പേ പടക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമി ലോകത്തേക്ക് വെളിവായതെന്നാണ് റബീഉൽ അവ്വൽ മാസത്തിലാണ്. എങ്ങനെയുള്ള നൂറ് അൽ അല, ആ ഉന്നതമായ നൂർ. ഫയാ ഏയ് തംബീഹിൻ്റെ യാണത്. ഹബ്ബദ ഹൗ അത് എന്തോ ഒരു നല്ല സംഗതിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഏതാണ്? ബദറുൻ, ഒരു പൗർണമി. എങ്ങനെയുള്ള പൗർണമിയാണ്? യുജില, അതിന് വെളിവാക്കപ്പെടും. ബിദാക്കൽ ഹിമ, ആ ഹിമയിൽ. ആ ഹിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന ഹിമ എന്നർത്ഥം സുരക്ഷിതത്വ മേഖല. രാജാവിനിക്കും മാത്രം തൻ്റെ മൃഗത്തെ മേയ്ക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും പ്രവേശനമുള്ള അങ്ങനത്തെ സംഗതിക്കാണ് ഹിമ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഹിമയാണ് ലോകം മുഴുവൻ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ലോകം മുഴുവനും ആ ഒരു ബദർ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടും, തിളക്കമുള്ളതാക്കപ്പെടും. അങ്ങനെയുള്ളതായിരിക്കുന്ന പൗർണമിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. അനാറത്തി ബിഹിൽ അക്വാനു ശർഖൻ വ മഗ്രിബ വാഹിലുസ്സമാ ഖാലൂ ലഹു മർഹബൻ അഹ്ലാ. അനാറത്ത് ബിഹി, ആ പൗർണമിയെ കൊണ്ട് പ്രകാശിച്ചു. അൽ അക്വാൻ, പ്രപഞ്ചങ്ങൾ മുഴുവനും. അൽ കൗനു എന്നാണ് ബെയ്ത്തോക്കാൻ വേണ്ടി അൽ അക്വാൻ ജമ്മാക്കിയതാണ്. അതിൻ്റെ അജ്സായിനെ ഇത്തിബാർ ചെയ്ത് കണ്ടു. ഷർക്കൻ, കിഴക്കിനാലും വ മഗ്രിബൻ, പടിഞ്ഞാറിനാലും തമീസാക്കുകയാണെങ്കിൽ. പിന്നെ വാഹിലുസ്സമാ, ആകാശത്തിൻ്റെ അഹിലുകാർ മുഴുക്കയും കാലൂ പറഞ്ഞു, മർഹബൻ ലഹു, ആ ഒരു പൗർണമിക്ക് അല്ലെങ്കിൽ ആ ഒരു നബിക്ക് മംഗളം. അഹില, അഹിലം സഹില എന്നാണ്. അത് വെയ്ത്തിനു വേണ്ടി കണ്ടെന്ത് കളഞ്ഞേക്കാണ്, പിന്നെ സഹിലിനെ കളഞ്ഞേക്കുക. പിന്നെ വഉൽബിസ സൗബൻ നൂരി ഇസ്സൻ വരിഫഅതാ ഫമാ മിസ്ലുഹു ഫീ ഹില്ലത്തിൽ ഹുസ്നി യുസ്തജിലാ. ഇതൊക്കെ ബെയ്ത്ത് ചൊല്ലുമ്പോൾ ഈ നടുക്കത്തെ സ്റ്റോപ്പിലും ലാസ്റ്റത്തെ സ്റ്റോപ്പിലും ഒക്കെ തൻവീൻ ഒഴിവാക്കി ഓഫ് ചെയ്യേണ്ടത്. റിഫഅത്തൻ നല്ല ചെല്ലേണ്ടത്, മഗ്രിബൻ നല്ല ചെല്ലേണ്ടത്. എവിടെയൊക്കെ എങ്ങനെ അലിഫുമൽ വഖഫ് ചെയ്തുകൊണ്ടാണ് ചെല്ലേണ്ടത്. അത് ഈ ബെയ്ത്താവിന് മാത്രമുള്ള നിയമമല്ല, എല്ലാ ബെയ്ത്തും അങ്ങനെ ചെല്ലേണ്ടത്. ഇസ്സം വരിഫഅതാ എന്നാണ് ചെല്ലേണ്ടത്. മലാബിസു നഫായിസു അങ്ങനെ ചെല്ലേണ്ടത്. പിന്നെ ഫമാ മിസ്ലുഹു ഫീ ഹിൽഅത്തിൽ ഹുസ്നി യുസ്തജില വ ഉൽബിസ, ലമീർ നായിബ് ഫായിൽ ഒന്നാം മഫൂല. അപ്പം സൗബക്ക് നസ്ബു ആണ്, രണ്ടാം മഫൂലായതുകൊണ്ട് ഉൽബിസ കണ്ടുകാണ്ട് സൗബു എന്ന് വായിക്കാൻ നിൽക്കണ്ട. വ ഉൽബിസ, ആ ബദറിനിക്ക് അല്ലെങ്കിൽ ആ നബിക്ക് ധരിപ്പിക്കപ്പെട്ടു. സൗബൻ നൂർ, നൂറിൻ്റെ സൗബിനെ ധരിപ്പിക്കപ്പെട്ടു. അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അവിടത്തേക്ക് പ്രത്യേകമായൊരു നൂറ് നൽകപ്പെട്ടു. ഇസ്സൻ, പ്രതാപത്തിനാലും വരിഫത്തൻ, ഉയർച്ചയാലുമുള്ളതായിരിക്കുന്ന ഒരു നൂറിൻ്റെ സൗബ് ധരിപ്പിക്കപ്പെട്ടു. എന്നുവെച്ചാൽ അവിടത്തേക്ക് എല്ലാവിധ ഇസ്സത്തും എല്ലാവിധ ഉയർച്ചയും അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് നൽകപ്പെട്ടു പോകുന്നു. ഫമാ ആയതിനാൽ ഫമാ മിസ്ലുഹു, അവിടത്തേക്ക് തുല്യമായൊരു വ്യക്തിത്വവും അല്ല. ഫി ഹിൽഅത്തിൽ ഹുസ്നി, മൊഞ്ചിൻ്റെ ആവരണത്തിൽ, വസ്ത്രത്തിൽ, യുസ്തജില, വെളിവാക്കപ്പെടുന്ന അല്ല. ആ നബിയോട് സമാനമായ ഒരു വ്യക്തിത്വം ഒരിക്കലും അങ്ങനെ നൽകപ്പെട്ടൊന്നുമില്ല. നബിക്ക് മാത്രം ലൈസക മിസ്ലി ചെയ്യുന്ന എന്ന മാതിരി അള്ളാഹുവിൻ്റെ മഖ്ലൂക്കിൽ ഹുസ്നിൻ്റെ വസ്ത്രം നൽകപ്പെടുന്ന വ്യക്തി നബിയോട് സമാനമായി ഒരാളുമല്ല. ഇല്ല, നബിക്ക് മിസ്ലില്ല. പിന്നെ അതിനാ മഖ്ലൂക്കിൽ ഞാൻ ഇടക്കിടക്ക് പറയും കേട്ടോ, മനഃപൂർവ്വം പറയുന്നതാണ്.
പിന്നെ വലമ്മാ റആഹുൽ ബദ്റു ഹറാലി ഹുസ്നിഹി വശാഹദ മിൻഹു ബഹ്ജതൻ തസ്ലുബുൽ അഖ്ലാ. വലമ്മാ റആഹു അവിടത്തെ കണ്ടപ്പോൾ, അൽ ബദ്റു പൗർണമി കണ്ടപ്പോൾ, 14 ഉദിച്ച ചന്ദ്രൻ കണ്ടപ്പോൾ, ഹാറ അന്തം വിട്ടുപോയി, ലി ഹുസ്നിഹി മുത്തുനബിയുടെ മൊഞ്ച് കാരണമായി. വശാഹദ മിൻഹു ബഹ്ജതൻ ആ പൗർണമി ദർശിച്ചു നബിയിൽ നിന്ന് ഒരു ബഹ്ജത്തിൻ്റെ തിളക്കം. എങ്ങനത്തെ തിളക്കമാണ്? തസ്ലുബുൽ അഖല ബുദ്ധിയെ ഊരിയെടുക്കുന്ന, ബുദ്ധിയെ പോക്കിക്കളയുന്നതായ ഒരു ബഹ്ജത്തിനെ ആ പൗർണമിയിൽ നിന്ന് ആ പൗർണമി മുത്തുനബിയിൽ നിന്ന് ദർശിച്ചു, കണ്ടെത്തിച്ചു. ഒക്കെ ആലങ്കാരിക പ്രയോഗമാണ്, സൗന്ദര്യം നല്ലോണ്ട് എന്നുള്ളതിനെ തൊട്ട്. വൗതുഫിയ നൂറു ശംസി മിൻ നൂരി വജ്ഹിഹി ഫലില്ലാഹി മാ അബ്ഹ വലില്ലാഹി മാ അഹ്ലാ വലില്ലാഹി മാ അജ്ല എന്ന് ചൊല്ലാന്ന് ചില ഹാഷുകളിൽ പണ്ട് കണ്ടൊരു ഓർമ്മ ഉണ്ട്. നമ്മൾ കിതാബിലൊക്കെ ഇതിലൊക്കെ കയ്യിലുള്ള കോപ്പിയിലൊക്കെ അഹ്ല എന്നുള്ളത്. പിന്നെ വൗതുഫിയ നൂറു ശംസി സൂര്യൻ്റെ പ്രകാശം കെടുത്തപ്പെട്ടു പോയി, മിന്നൂരി വജീഹി അവിടുത്തെ വജുഹിൻ്റെ നൂറിനാണ്. വലിഫലില്ലാഹ് ആയതുകൊണ്ട് അള്ളാഹുവിനിക്കാണ് മാ ഒന്ന്. എങ്ങനത്തെ ഒന്നാണ്? ഹുവ അബ്ഹ എന്നിട്ട് കളപ്പെട്ട് പോകണം. എന്ത് കളപ്പെട്ട മുത്തുണ്ടെങ്കിലല്ലേ ജുംല കിട്ടുള്ളൂ. ജുംല കിട്ടിയെങ്കിലേ മൗസൂലാക്ക് സ്ഥിരമുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹുവ അബ്ഹ എന്ത് ചെയ്യണം? ഒരു കളപ്പെട്ട മുത്താനെ യുസ്തതൽ വസ്ലും വഇല്ലം യുസ്തതൽ ഫൽഹദ്ഫു നസ്റും വഅബൗ അൻ യുഖ്തസൽ. പിന്നെ ഹുവ അബ്ഹ അത് വളരെ തിളക്കമുള്ളതാണ്, വലില്ലാഹി അള്ളാഹ്ക്കുള്ളതാണ്, മാ ഒന്ന്, ഹുവ അഹ്ല ആ ഒന്ന് നല്ലോണം മൊഞ്ചുള്ളതാണ്. അതല്ലെങ്കിൽ അജ്ല അബ്ഹൻ്റെ അതേ മാനാക്ക്. പിന്നെ ജല എന്ന് പോകുന്നത് തിളക്കമാർന്നത്. അയാ മൗലിദൽ മുഖ്താരി ജദ്ദത ശൗകനാ ഇലാ ഖൈരി മബ്ഊസിൻ ജലീലിൻ ഹവൽ ഫല്ലാ. അയാ അയാ എന്ന് പറഞ്ഞാൽ അയ്യ ഒരാ കാരണം എന്താ അറിയോ? യാ അയാ ഹയ എന്നൊക്കെ കൊണ്ട് പഠിച്ചില്ലേ? അപ്പോൾ നിദാൻ്റെ അറഫിൻ്റെ കൂട്ടത്തിൽ അയ ഉണ്ട്, ഹംസക്ക് വേറെയും യാക്ക് വേറെയും മാനക്കേണ്ട ആവശ്യമില്ല. അയാ മൗലിദൽ മുഖ്താർ മുഖ്താറായ നബിയുടെ ജന്മസമയമേ. ജന്മസമയമേ എന്ന് പറഞ്ഞാൽ ഈ കാലം റബീഉൽ അവ്വൽ മാസം ഫുള്ള് നബിയുടെ ജന്മം കൊണ്ടും മഹത്വമുള്ളതായിട്ടുണ്ട്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറക്കപ്പെട്ട കാലമായ റമളാൻ ഫുള്ളെന്തായി? മുഅല്ലമായി മാറിയില്ലേ? ഒരു ലൈലത്തിലേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളൂ. ആ ഒരൊറ്റ പിന്നെ ഇൻസാല് കാരണമായിട്ട് എന്ത് ചെയ്തു? റമളാൻ ഫുള്ള് എന്തുണ്ടായി? മുഅല്ലമായി മാറിയില്ലേ? എന്നതുപോലെ നബിയെ ഒരു രാത്രിയിലാണ് പ്രസവിക്കപ്പെട്ടതെങ്കിലും ആ ഒരു പ്രസവം കാരണമായി ആ മാസം ഒഴുക്കയും എന്തായി? മുഅല്ലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് മുഖ്താറായ നബിയുടെ ജന്മസമയമേ അല്ലെങ്കിൽ ജന്മമാസമേ ജദ്ദത്ത നീ ഞങ്ങൾക്ക് ഷൗക്കന ഞങ്ങളുടേതായിരിക്കുന്ന കഠിനമായ പ്രേമത്തെ പുതുക്കി. എങ്ങോട്ടുള്ള പ്രേമം? ഇലാ ഖൈരി മബ്ഊസ്. അബൂസ് എന്ന അമ്പിയാവ് എന്നർത്ഥം. അള്ളാഹുവിലേക്ക് പ്രവാചകത്വമായി അയക്കപ്പെട്ട ആളുകൾക്കാണ് മബൂഅസീങ്ങൾ അറിയാം. മബൂഅസീങ്ങൾ 1.25 വർഷം വരുന്ന മബൂഅസീങ്ങളുണ്ട്. അവരിൽ ഹൈറായവരിലേക്കുള്ള ഞങ്ങളുടെ കഠിനമായ ഷൗക്കല്ലേ, ആ ഇഷ്ക് അത് പുതുക്കി. ഞങ്ങൾക്ക് എന്നും ഇഷ്കുണ്ട്, റബീഉൽ അവ്വൽ മാസം വന്നപ്പം നല്ലോണമായി, ഒന്ന് പുതുക്കി. എങ്ങനെയുള്ള ഖൈറു മബ്ഊസ്? ജലീലിൻ വളരെ ജലീലായിട്ടുള്ളവരായ, മഹത്വമുള്ളവരായ. അലീം എന്ന ജലീലിൻ്റെ മാന. പിന്നെങ്ങനത്തെ ഖൈറു മബ്ഊസാണ്? ഹവാ അവിടെ നിന്ന് ഒരുമിച്ച് കൂട്ടി അൽ ഫല്ല. അലിഫിലാം ഇസ്തിഗ്റാഖിനെ ഫിലാമാക്കിയാൽ മതി. എല്ലാവിധ മഹത്വത്തെയും ഒരുമിച്ച് കൂട്ടി.
അത് മാത്രമല്ല ഇനി ഒരുമിച്ച് കൂട്ടിയിട്ട് വസൈദം മുഖീമം ബിഫ്തിഖാരിം ബിമൗലിദി ലഹു ഖാബറുൻ അൻ ഹുസ്നിഹി അബദൻ യുത്ലാ. വസൈദൻ ഒരു വിജയത്തെയും ഒരുമിച്ച് കൂട്ടി. പിന്നെ മുഖീമൻ ദായിമായ വിജയം. നബിയുടെ മധുഹും നബിയുടെ ഇഷ്കും കൽബിലുണ്ടായിട്ടുണ്ട് എങ്കിൽ ശാശ്വതമായ വിജയാണ്. ബിഫ്തിഹാരിൻ എന്തുകൊണ്ട് നിത്യമായി ഫഖ്ർ പറയൽ കൊണ്ട്. എന്തുകൊണ്ട് ഫഖ്ർ പറയാ? ബി മൗലി ജന്മം കൊണ്ട്. കാരണം ഞങ്ങൾ ആ നബിൻ്റെ ഉമ്മത്തായിലെ ഈ ഞങ്ങൾക്കല്ലേ ആ നബിനെ കിട്ടിയത്, ഞങ്ങൾക്കല്ലേ ആ ജന്മദിനം ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ആ ഒരു ജന്മം കൊണ്ട് ഫഖ്ർ പറയൽ കൊണ്ട് മുഖീമായൊരു വിജയത്തെയും ഒരുമിച്ച് കൂട്ടി. ലഹു ആ മൗലിദിനിക്കുണ്ട് ഖബറുൻ കുറേ പറച്ചിലുണ്ട്. പറച്ചിലും കേൾക്കലുണ്ട്. കുറേ ആൾ അറിയും, കുറേ കളി കേൾക്കും, ചിലർ പാടും, ചിലർ കേൾക്കും, ഒക്കെ ഉണ്ട്. ലഹു ഖബറുൻ ആ മൗലിദിനിക്ക് ഒരു കുറേ പറയാനുണ്ട്. എന്തിനെക്കുറിച്ച്? അൻ ഹുസ്നിഹി നബിയുടെ മുഞ്ചിനെ കുറിച്ച്. അബദൻ എന്നെന്നും യുത്തില ഓതി പറയപ്പെടുന്ന ആ നിലയിൽ, അല്ലെങ്കിൽ എന്നത് യുത്തില അബദൻ എന്നെന്നും പിന്നെ ചൊല്ലി പറയപ്പെടും, ഓതി പറയപ്പെടും. അങ്ങനത്തെ ചില ഖബറുകളുണ്ട്. ആരെക്കുറിച്ച്? അൻഫസിനെ കുറിച്ച്. അതിൻ്റെ മുത്താലിലേക്ക് യുത്തലം കൊണ്ട് ഇങ്ങോട്ടും ആക്കാം. ഞാൻ ചില കോപ്പികളിൽ അവിടെ 7 വരിയേ ഉള്ളൂ. എന്നാൽ ചില കോപ്പികളിലൂടെ 9 വരിയുണ്ട്. അവർ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങുന്ന വീടുകളിലൊക്കെ 9 വരിയുണ്ട്. അതാണ് അടുത്ത 8ാമത്തെ 9ാമത്തെ വരിയാണ് വായിക്കാൻ പോകുന്നത്. സഅൽനാ ഇലാഹൽ അർശി യർഹമുനാ ബിഹി വയഗ്ഫിർ ലനാ ദംബൻ വയജ്മഉ ബിഹി ശംലാ. യർഹമുന എന്നത് മീമിന് ലമ്മും യഗ്ഫിർ യജ്മഇ അവിടെ സുക്കൂനും ആണ് ഏറ്റവും നല്ല വായന. നിങ്ങളിൽ എങ്ങനെയുള്ളത്? സുക്കൂന? എന്നാ കേട്ടോളി. സാൽന നേരെ വാക്കർത്ഥം ഫീല് മാറിയുമ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു എന്നാണ്. ആ വെയ്ത്തൊക്കെ മാട്ടിങ്ങാണ്ട് മുള്ളാരിയും മാതി അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഉപയോഗിക്കും. ഞങ്ങളിതാ ചോദിക്കുന്നു. ആരോട്? ഇലാഹൽ അർഷ്, അർഷിൻ്റെ ഇലാഹാവുന്ന അള്ളാഹുവിനോട് ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു? യർഹമുനാ ബിഹി. ഇവിടെ അന്യൻ്റെ മായനുണ്ട്, വസ്ത്രൻ്റെ മായനുണ്ട് അവിടെ. അവൻ നമ്മളോട് റഹ്മത്ത് ചെയ്യലിനെ ചോദിക്കുന്നു. ബിഹി ആ നബിയുടെ മധു പറഞ്ഞ കാരണമായി, അല്ലെങ്കിൽ നബിയെ കാരണമായി. യഗ്ഫിർ അവിടെ അങ്ങനെ തന്നെ. അവിടെ ശരിക്കും അവിടെ യഗ്ഫിറു അല്ലെങ്കിൽ യഗ്ഫിർ അന്ന് പറഞ്ഞ സ്മൃതിക്കാണ് യഗ്ഫിറ എന്നൊക്കെ വേണ്ടത് ശരിക്കും അത് ചെയ്യുന്നു. പക്ഷെ ഇവിടെ വെയ്ത്തൊക്കെ മാട്ടിക്കണമെങ്കിൽ ചെല്ലണം, സുക്കൂനോട് ചെല്ലണം. പിന്നെ യഗ്ഫിർ ലനാ അവൻ നമ്മൾക്ക് പുറത്തു തരലിനെയും ചോദിക്കുന്നു. ദമ്പൻ പാപങ്ങളെ. വയജ്മഅ ബിഹി ആ നബിയെ ആ മൗലിദ് കാരണമാണ്. വയജ്മഅ ബിഹി ആ നബിയെ കൊണ്ട് അല്ലെങ്കിൽ നബിയുടെ മധു പറഞ്ഞ കാരണമായിട്ട് അവൻ നമ്മൾക്ക് ജംഅ ചെയ്തു തരലിനെയും ശംല ഞങ്ങൾ ചിന്ന ഭിന്നമായ കാര്യങ്ങളൊക്കെ ജംഅ ചെയ്തു തരലിനെയും കൂട്ടിത്തരലിനെയും ചോദിക്കുന്നു. അലൈഹി സ്വലാത്തുല്ലാഹി മഹബ്ബത്തിസ് സ്വബാ വമാ സാറ ഹാദിം ബിൻ നിയാഖി ഇലൽ മഇലാ. അലൈഹി ആ നബിയുടെ മേൽ ഉണ്ടാവുമാറാവട്ടെ സ്വലാത്തുല്ലാഹി അള്ളാഹിൻ്റെ സ്വലാത്ത് മഹബ്ബത്തി സ്വബാ വടക്കം കാറ്റ് അടിച്ചു വീശുന്ന കാലത്തോളം വമാ സാറ ഹാദിൻ മൂളിപ്പാട്ട് പാടുന്നവൻ തൊളിക്കുന്ന കാലത്തോളവും പിന്നിയാക്കി ഒട്ടകത്തെ തൊളിക്കുന്ന കാലത്തോളവും നാക്കത്തിൻ്റെ ജമ്മാണ് നിയാക്ക് ഒട്ടകങ്ങളെ തൊളിക്കുന്ന കാലത്തോളവും ഇലൽ മഅല ഉന്നതമായ ഇടങ്ങളിലേക്ക് മക്ക മദീന പോലുള്ള ഉന്നതമായ ഇടങ്ങളിലേക്ക് ഒട്ടകങ്ങളെ മൂളിപ്പാട്ട് പാടി അതുപോലെ തന്നെ തൊളിക്കുന്ന ആൾ തൊളിച്ചു കൊണ്ടുപോകുന്ന കാലത്തോളം അതുമായി നടന്നു പോകുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ അള്ളാഹിൻ്റെ സ്വലാത്ത് ഉണ്ടാകുമാറാവട്ടെ, ഖിയാമത്ത് വരെ ഉണ്ടാകട്ടെ എന്നുള്ളതിൻ്റെ വിവിധ ശൈലികൾ ഇമാമിയങ്ങൾ പ്രയോഗിക്കും. അല്ലെങ്കിൽ നിത്യമാവട്ടെ എന്നൊരു ശൈലി പ്രയോഗിക്കും. അതിൽപ്പെട്ടൊരു ശൈലിയാണ്.